ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സിനെ പറ്റിയാണ് പഠിച്ചത്. ഈ വീഡിയോയിൽ അവസാനത്തെ ഓപ്പറേറ്ററായ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സിനെ പറ്റി പഠിക്കാം. ഈ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് കൺസെപ്റ്റാണത്. ഈ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചുള്ള പ്രോഗ്രാമിംഗ് ഒന്നും നമ്മളടുത്ത് ചോദിക്കത്തില്ല. ഈ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത് ബിറ്റ് ലെവൽ പ്രോഗ്രാമിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. ബിറ്റ് ലെവൽ പ്രോഗ്രാമിങ്ങിൽ ബിറ്റ് ലെവൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ബിറ്റ് വൈസ് ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സാണ് ഈ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിറ്റ് ലെവൽ പ്രോഗ്രാമിംഗ് ഒന്നും നമ്മുടെ സിലബസിൽ പറയുന്നില്ല. ബിറ്റ് ലെവൽ പ്രോഗ്രാമിംഗ് ഒക്കെ ഈ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് ഒരു സബ്ജക്റ്റായിട്ട് തന്നെ പഠിക്കാനുള്ള അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അത്രത്തോളം വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് പറയും ഈ ബിറ്റ് ലെവൽ പ്രോഗ്രാമിംഗ് ഒക്കെ. അപ്പോൾ അതൊന്നും നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷേ സിലബസിൽ ഈ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്ന് പ്രത്യേകം എടുത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സംഭവം പഠിപ്പിക്കുന്നത്. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഈ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 3 മാർക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയുള്ളൂ. അല്ലാതെ പ്രോഗ്രാം ഒന്നും ചോദിക്കത്തില്ല. കാരണം നമ്മുടെ പ്രോഗ്രാമിംഗ് ഒന്നും പഠിക്കാൻ പറയുന്നില്ല ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ച്. അപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തിയറി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ 3 or 4 മാർക്സിന് എഴുതാൻ പാകത്തിനുള്ള കുറച്ച് കണ്ടൻറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇത് സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് തിയറി ചോദിച്ചാൽ എഴുതാനായിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളും കാര്യങ്ങളും പഠിച്ചു വെച്ചേക്കുക. അത്രയും മാത്രം മതി. അല്ലാതെ ഈ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ പ്രോഗ്രാമിംഗ് ഒന്നും എഴുതാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ഈ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് ഈ 6 ഓപ്പറേറ്റേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 6 ഓപ്പറേറ്റേഴ്സിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫംഗ്ഷനിങ് എന്താണ് നമ്മൾ പഠിക്കും. 1-2 എക്സാമ്പിൾസ് ഒക്കെ വെച്ച് ഇതെന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നമ്മൾ പഠിക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ 6 എണ്ണത്തിൻ്റെയും കൺസെപ്റ്റ് ഡിഫറെൻറ്റ് കൺസെപ്റ്റ് ഒന്നുമല്ല. നമുക്ക് ഈ ബിറ്റ് വൈസ് ലോജിക്കൽ ആൻഡ് എന്ന ഓപ്പറേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ലോജിക്കൽ ഓറും എക്സ്ക്ലൂസീവ് ഓറും അതുപോലെ തന്നെ ബിറ്റ് വൈസ് ഇൻവേർഷനും ഇതെല്ലാം നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ലെഫ്റ്റ് ഷിഫ്റ്റ് ബിറ്റ് ഓപ്പറേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്ററിൻ്റെ ഫംഗ്ഷൻ നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ ബേസിക്കലി ഒരു 1-2 ഓപ്പറേറ്റേഴ്സിൻ്റെ ഫംഗ്ഷൻ പഠിച്ചാൽ മതി. ബാക്കിയുള്ളത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഈ ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഇതെന്ന് പറയുന്നത് ഒരു ആംഗിൾ ബ്രാക്കറ്റ് അല്ലെങ്കിൽ ആ ലെസ് ദാൻ സിമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 ലെസ് ദാൻ സിമ്പിൾ. അപ്പോൾ ഇത് നമുക്ക് ആരോ ഹെഡ് പോലെയൊക്കെ നമുക്ക് തോന്നുമല്ലോ. അത് ലെഫ്റ്റിലോട്ട് ഡയറക്ഷൻ ലെഫ്റ്റിലോട്ട് കാണിക്കുന്ന രീതിയിൽ ആരോ ഹെഡ് പോലെയൊക്കെയാണ് ഈ ഒരു സംഭവം ലെസ് ദാൻ സിമ്പിൾ 2 ലെസ് ദാൻ സിമ്പിൾ കാണിക്കുന്നത്. അപ്പോൾ ആ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ഡയറക്ഷൻ കാണിക്കുന്നതുകൊണ്ട് നമ്മൾ അതിനെ ലെഫ്റ്റ് ഷിഫ്റ്റ് ബിറ്റ് ഓപ്പറേറ്റർ എന്ന് പറയും. അതേസമയം ഈ സിമ്പിൾ എന്ന് പറയുന്ന 2 ഗ്രേറ്റർ ദാൻ സിമ്പിളാണ്. അത് റൈറ്റ് സൈഡിലോട്ടാണ് അതിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നത്. അതുകൊണ്ട് അതിന് റൈറ്റ് ഷിഫ്റ്റ് ബിറ്റ് ഓപ്പറേറ്റർ എന്നും പറയും. പിന്നെ ഇതിൻ്റെ ആക്ച്വൽ പേര് ഞാൻ പറഞ്ഞത്, ഇതിനെ ബിറ്റ് വൈസ് ഇൻവേർഷൻ എന്നാണ് ആ സിമ്പിളിനെ നമ്മൾ വിളിക്കുന്നത്. ഇത് ആൻഡിൻ്റെ സിമ്പിളാണ്. ഇത് ബിറ്റ് വൈസ് ലോജിക്കൽ ആൻഡ്. നമ്മൾ ആൻഡിൻ്റെ സിമ്പിൾ ലോജിക്കൽ ആൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്പറേറ്റർ പഠിച്ചിരുന്നു. പക്ഷേ അതെല്ലാം 2 ആൻഡിൻ്റെ സിമ്പിൾ, ഇങ്ങനെ 2 വെർട്ടിക്കൽ സിമ്പിൾ അതൊക്കെയാണ് വരുന്നത്. ഇതെന്ന് പറയുന്ന ബിറ്റ് വൈസ് ഓപ്പറേറ്ററാണ് ഈ ആൻഡ്. ഇത് ഒരു സിംഗിൾ ആൻഡ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മറ്റേതായിരുന്നുവെങ്കിൽ നമ്മൾ മുമ്പത്തെ 2 വീഡിയോസ് മുമ്പ് നമ്മൾ ഈ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നു. അതിൽ 2 ആൻഡിൻ്റെ സിമ്പിളാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ 2 വെർട്ടിക്കൽ സിമ്പിളൊക്കെ ഉപയോഗിച്ചിരുന്നു ലോജിക്കൽ ഓറിന്. പക്ഷേ ഇവിടെ ബിറ്റ് വൈസ് ആയതുകൊണ്ട് ഒരു ആൻഡിൻ്റെ സിമ്പിൾ, ഒരു ആംബർസെൻ്റ് സിമ്പിൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു ആംബർസെൻ്റ് സിമ്പിൾ ആണെങ്കിൽ അതിനെ ബിറ്റ് വൈസ് ലോജിക്കൽ ആൻഡ് എന്ന് പറയും. ഒരു ഈ വെർട്ടിക്കൽ സിമ്പിൾ ആണ് എങ്കിൽ അതിനെ ബിറ്റ് വൈസ് ലോജിക്കൽ ഓർ എന്നും പറയും. അതേസമയം ഇങ്ങനത്തെ ഈ ഒരു സിമ്പിളാണ് എങ്കിൽ അതിന് ബിറ്റ് വൈസ് എക്സ്ക്ലൂസീവ് ഓർ അല്ലെങ്കിൽ എക്സോർ, ബിറ്റ് വൈസ് എക്സ്ക്ലൂസീവ് ഓർ എന്നാണ് ഈ ഓപ്പറേറ്ററിന് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ വർക്കിംഗ് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാം. ആദ്യം നമുക്ക് ഈ ലോജിക്കൽ ആൻഡ് ബിറ്റ് വൈസ് ലോജിക്കൽ ആൻഡ് എന്ന സംഭവത്തിൻ്റെ വർക്കിംഗ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. അപ്പം ബിറ്റ് വൈസ് ആൻഡിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആൻഡിൻ്റെ സിമ്പിൾ മാത്രമേ, ഒറ്റ ആൻഡിൻ്റെ സിമ്പിളാണ്, ആംബർസെൻ്റിൻ്റെ സിമ്പിളാണ് ഈ ബിറ്റ് വൈസ് ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഈ ബൈനറി ഫോം ഓഫ് 20 = 10101000 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ 20 എന്ന് പറയുന്നതിൻ്റെ ബൈനറി ഫോമാണ് ഈ കൊടുത്തിരിക്കുന്നത്, അതായത് ബൈനറി നമ്പർ. ഈ 20 എന്ന് പറഞ്ഞാൽ ബേസ് 10 എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിലുള്ളതാണ് ഈ 20 നമ്പർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സാധാരണ നോർമലി ഉപയോഗിക്കുന്ന നമ്പറിങ് സിസ്റ്റം, നമ്മൾ സാധാരണ 1 2 3 4 എന്ന് പറയുന്ന ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബേസ് 10 നമ്പർ സിസ്റ്റമാണ്. അപ്പോൾ ആ ബേസ് 10 വരുന്ന 20 എന്ന് പറയുന്ന നമ്പറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി നമ്പറാണ് 10100 എന്ന് പറയുന്നത്. ഈ ബൈനറി നമ്പർ എന്ന് പറയുന്നത് ബേസ് 2 നമ്പർ സിസ്റ്റത്തിലാണ് ഈ ഒരു സംഭവം വരുന്നത്.
അപ്പം നമ്മുടെ ബേസ് 10-ലുള്ളതിനെ ബേസ് 2 നമ്പർ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അതായത് നമ്മുടെ സാധാരണ നമ്പറിനെ ബൈനറി നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ മെത്തേഡ്സ് ഒന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഗൂഗിളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മെത്തേഡ് എങ്ങനെയാണെന്ന് മനസ്സിലാവും. സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. അതെല്ലാം മിക്കവാറും നിങ്ങൾ സ്കൂളിൽ പഠിച്ചും കാണും. സാധാരണ ഒരു നമ്പറിനെ ബൈനറി നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യാനും ബൈനറി നമ്പറിനെ തിരിച്ച് നോർമൽ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യാനും ഒക്കെ നിങ്ങൾ ആ സ്കൂളിലൊക്കെ പഠിച്ചു കാണും. അപ്പോൾ ആ മെത്തേഡൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം. ഇവിടെ കൺവേർഷൻ ഒന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പം ജസ്റ്റ് ഇത് സംഭവം ഇത് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ 20 എന്ന് പറയുന്ന നമ്പറിൻ്റെ ബൈനറി ഫോം, അതായത് ബൈനറി നമ്പർ എന്ന് പറയുന്നത് 10100 ആണ്. അതേസമയം 21 എന്ന നമ്പറിൻ്റെ ബൈനറി നമ്പർ എന്ന് പറയുന്നത് 10101 എന്നാണ്. അപ്പോൾ ഇവിടെ രണ്ട് തമ്മിൽ നോക്കുമ്പം വ്യത്യാസം എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് വരുന്ന 1-ൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇത് 21-ലാണെങ്കിൽ ലാസ്റ്റ് 1 വരും, 20-ലാണെങ്കിൽ ലാസ്റ്റ് 0 വരും. ആ ഒരു വ്യത്യാസം മാത്രമേ രണ്ട് നമ്പർ തമ്മിലുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് നമ്പേഴ്സിൽ, ഈ രണ്ട് 20 എന്ന് പറയുന്നത് 21 എന്ന് പറയുന്ന നമ്പേഴ്സിൽ ഈ ബിറ്റ് വൈസ് ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ബിറ്റ് വൈസ് ആൻഡ് എന്ന ഓപ്പറേഷൻ നമ്മൾ 20 എന്നും 21 എന്നീ നമ്പറിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ബിറ്റ് വൈസ് ആൻഡ് എന്ന ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് റിസൾട്ടാണ് കിട്ടുന്നത് എന്നാണ് ഇവിടെ ഈ കൊടുത്തിട്ടുള്ള ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ റിസൾട്ടാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നമ്പറിനെ, ഈ രണ്ട് നമ്പറിനെ നമ്മളിങ്ങനെ കോളം വരച്ച് ഈ കോളത്തിൻ്റെ അകത്ത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. ഈ കോളം എന്ന് പറയുന്നത് ആക്ച്വലി 8 ബിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് 8 സെല്ല് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോ നമ്പരും ഇങ്ങനെ 8 കോളത്തിലായിരിക്കും, 8 സെല്ലുള്ള ആ ഒരു ടേബിളിലായിരിക്കും നമ്മൾ എഴുതുന്നത്. ഇവിടെ ഇപ്പോൾ എണ്ണി എടുക്കുക പറയാം 1 2 3 4 5 6 7 8 അങ്ങനെ 8 ബിറ്റുള്ള അല്ലെങ്കിൽ 8 സെല്ലുള്ള ഒരു റോ ആയിട്ടായിരിക്കും നമ്മൾ അതിനെ എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഇതിൽ നമ്മൾ ആദ്യത്തെ നമ്പറിനെ ഫില്ല് ചെയ്യുന്നു. അപ്പം ആദ്യത്തെ നമ്പർ ഫില്ല് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ 00101 എന്ന നമ്പർ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ എഴുതും. 00101 എന്ന് നമ്മൾ എഴുതും. ഇതിവിടെ 5 ഡിജിറ്റേ ഉള്ളൂ. ഇത് 8 ഡിജിറ്റ് ആയതുകൊണ്ട് ആദ്യത്തെ 3 ഡിജിറ്റ് നമ്മൾ ജസ്റ്റ് 0 ആയിട്ട് നമ്മൾ എഴുതുന്നതേ ഉള്ളൂ. അതുപോലെ ഈ നമ്പരും നമ്മളിങ്ങനെ താഴെയായിട്ട് എഴുതുന്നു. എന്നിട്ടായിരിക്കും നമ്മൾ ഈ 20 21 തമ്മിലുള്ള ബിറ്റ് വൈസ് ആൻഡ് എന്ന ഓപ്പറേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 20 and 21 തമ്മിലുള്ള ബിറ്റ് വൈസ് ആൻഡ് എന്ന ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എങ്ങനെയെന്ന് പറഞ്ഞാൽ 000100100 എന്ന നമ്പറായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് ആദ്യത്തെ 3 0 നമുക്ക് ഇഗ്നോർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 10100 എന്ന നമ്പറായിരിക്കും നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. ഇതെങ്ങനെയാണ് ഈ ആൻസറായിട്ട് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ബിറ്റ് വൈസ് ആൻഡ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബിറ്റ് വൈസ് ആൻഡ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ആൻഡ് എന്ന് പറഞ്ഞാൽ സംഭവം എന്ന് പറഞ്ഞാൽ രണ്ടിലും 1 വരികയാണെങ്കിൽ ഔട്ട്പുട്ടും 1 വരും. അതാണ് അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. രണ്ടിലും 0 വരികയാണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഏതെങ്കിലും ഒന്നിൽ 0 വന്നാലും ഔട്ട്പുട്ട് 0 തന്നെയായിരിക്കും. ഔട്ട്പുട്ട് 1 വരണമെങ്കിൽ രണ്ടിലും 1 വരണം. ഈ രണ്ട് നമ്പറിലും 1 വന്നാൽ മാത്രമേ ഔട്ട്പുട്ട് 1 വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 1 ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഔട്ട്പുട്ട് 1, ഇവിടെ ഔട്ട്പുട്ട് 0, ഇവിടെ ഔട്ട്പുട്ട് 1. ഇവിടെ രണ്ടിലും 1 വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഔട്ട്പുട്ട് 1 ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരിടത്ത് 0 വന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പോൾ ഈ ബിറ്റ് വൈസ് ആൻഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് രണ്ട് നമ്പറിലും 1 വരണം. എന്നാൽ മാത്രമേ ഔട്ട്പുട്ട് 1 വരത്തുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണത്തിൽ 0 ആണ് വന്നു പോകുന്നതെങ്കിൽ ഔട്ട്പുട്ടും 0 ആയിരിക്കും. അങ്ങനെ ഈ രണ്ട് നമ്പരും കൂടെ കമ്പയർ ചെയ്ത് ഈ ആദ്യത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ 20 റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ 21 റെപ്രസെൻറ്റ് ചെയ്യുന്ന ബൈനറി നമ്പറാണ്. അപ്പോൾ 20 and 21 എന്ന് പറഞ്ഞാൽ ഈ ബിറ്റ് വൈസ് ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ഈ രണ്ട് നമ്പറിലും കണ്ടക്ട് ചെയ്യണം. അപ്പം കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ കണക്ക് കൂട്ടിയെടുക്കുന്നത്. അപ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 10100 ആണ് അതിൻ്റെ ഔട്ട്പുട്ട്. അതെങ്ങനെ കണ്ടെത്തുമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ 8 സെല്ലുള്ള ഓരോ 2 റോസ് ആക്കി നമ്മൾ ഈ നമ്പർ എഴുതിയിട്ട് ഈ 2 1 വരുന്നിടത്ത് മാത്രം ഔട്ട്പുട്ട് 1 എന്ന് എഴുതും. അതേസമയം ഏതെങ്കിലും ഒരിടത്ത് 0 വരികയാണെങ്കിൽ അവിടെ 0 തന്നെ ഔട്ട്പുട്ട് എഴുതത്തുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഈ 10100 എന്ന ഔട്ട്പുട്ട് എഴുതി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് ചെയ്യുന്നത്, ഇങ്ങനെ ബിറ്റ് വൈസ് ആൻഡ് എന്ന ഓപ്പറേഷൻ എന്തിനാണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചാൽ നമ്മളിപ്പോൾ ഒരു റിയൽ ലൈഫിലുള്ള ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ പോലെ നമ്മളൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ പറയാം. ഇവിടെ ചെക്ക് ദ നമ്പർ 25 ഈസ് ഓഡ് ഓർ ഈവൻ എന്ന് ചോദിക്കുക. അതായത് 25 എന്ന നമ്പർ ഓഡ് നമ്പറാണോ ഈവൻ നമ്പറാണോ എന്ന് ചെക്ക് ചെയ്യണം. 25 ഒരു ഓഡ് നമ്പറാണോ നമുക്കറിയാം, പക്ഷേ അത് നമുക്ക് ചെക്ക് ചെയ്യണം. കമ്പ്യൂട്ടറിൽ കൊടുത്ത് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഈ ബിറ്റ് വൈസ് ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ഈ നമ്പറിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആദ്യം 25ൻ്റെ ബൈനറി നമ്പർ എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് ഞാനിവിടെ പറയുന്നില്ല, നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചു കാണും. അതല്ലെങ്കിൽ യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ 25 എന്ന നമ്പറിനെ എങ്ങനെയാണ് ബൈനറി നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാക്കണമെന്നുമില്ല, നമുക്ക് ഇതിൻ്റെ തിയറി ചോദിക്കുമ്പോൾ ആൻസർ എഴുതിയാൽ മാത്രം മതി. അപ്പോൾ ഈ 25ൻ്റെ ഈ എക്സാമ്പിളും എഴുതണമെന്നില്ല, ഈ സംഭവം മാത്രം വെച്ചിട്ട് നമുക്ക് എഴുതി കാണിക്കാം, തിയറി എഴുതി കാണിക്കാം. അപ്പോൾ 20യുടെയും 21ൻ്റെയും ഈ ബൈനറി നമ്പർ മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി, അല്ലാതെ കൺവേർഷൻ ഒന്നും പഠിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഞാനിവിടെ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ 25ൻ്റെ ബൈനറി നമ്പർ നമ്മൾ എടുത്ത് എഴുതുക. എന്നിട്ട് നമുക്കിവിടെ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ 25 എന്ന നമ്പർ ഓഡ് ആണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം.
അതിനുവേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ 25ഉം 1ഉം ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആൻഡ് ബിറ്റ് വൈസ് ആൻഡ് എന്ന ഓപ്പറേഷൻ നമ്മൾ അപ്ലൈ ചെയ്യും. ഈ രണ്ട് നമ്പറിൽ 25ലും 1നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. 25ഉം 1ഉം ഈ രണ്ട് നമ്പേഴ്സിൽ ഈ ബിറ്റ് വൈസ് ആൻഡ് എന്ന ഓപ്പറേഷൻ നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ 1 എന്ന് പറയുന്ന നമ്പറിൻ്റെ ബൈനറി നമ്പർ എന്ന് പറഞ്ഞാൽ അത് 1 തന്നെയാണ്. അപ്പോൾ അതാണ് ഈ രണ്ടാമത്തെ റോയിൽ നമ്പർ 1 മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇവിടെ 25ൻ്റെ ബൈനറി നമ്പറായ 11001 ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ 3 ഡിജിറ്റ്സ് 0 ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. ബാക്കി 11001 എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടിലും കൂടെ ഈ ബിറ്റ് വൈസ് ആൻഡ് എന്ന ഓപ്പറേഷൻ നമ്മൾ അപ്ലൈ ചെയ്യും. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ 1 എന്നാണ്, അതായത് ഏറ്റവും അവസാനത്തെ ആൻസർ 1 എന്നാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഓഡ് നമ്പറാണ്. ഈ 25 എന്നത് ഓഡ് നമ്പർ എന്നാണ് അതിൻ്റെ മീനിങ്. അതേസമയം ഇവിടെ 0 ആണ് വരുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം ഈ നമ്പർ എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ എന്നാണ്. ഈ കൊടുത്ത് ചെക്ക് ചെയ്യാനുള്ള നമ്പർ ഈവൻ നമ്പർ എന്നാണ് മീനിങ്. ഇവിടെ 1 വന്നതുകൊണ്ട് 25നെ ഓഡ് നമ്പർ ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കാണിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ബിറ്റ് വൈസ് ആൻഡ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അതായത് രണ്ടിലും 1 എന്ന നമ്പർ വന്നാൽ മാത്രമേ ഔട്ട്പുട്ട് 1 വരികയുള്ളൂ. ഇവിടെ 1ഉം 0 ആയിട്ട് വരുന്നതുകൊണ്ട് ഇവിടെ 0 വരുന്നു. ഇവിടെയും 1ഉം 0 ആയിട്ട് വരുന്നതുകൊണ്ട് ഇവിടെ 0 വരുന്നു. ഇവിടെയും 0 ആണ്, ഇവിടെയും 0 ആണ്. ഇവിടെ മാത്രമാണ് 1ഉം 1ഉം കൂടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഔട്ട്പുട്ടും 1 ആയിട്ട് എടുക്കുന്നു. അപ്പം സത്യം പറഞ്ഞാൽ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പം ഇവിടെ മാത്രമേ 1 വരുന്നുള്ളൂ. അങ്ങനെ ഏറ്റവും അവസാനം 1 വരികയാണെങ്കിൽ ഈ നമ്പർ ഓഡായിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാം. അതേസമയം ഇതൊരു ഈവൻ നമ്പർ ആയിരുന്നുവെങ്കിൽ ഇവിടെ 0 ആയിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓഡാണോ ഒരു നമ്പർ ഓഡാണോ ഈവൻ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ബിറ്റ് വൈസ് ആൻഡ് എന്ന ഓപ്പറേറ്റർ നമുക്ക് ഉപയോഗിക്കാം. ഈ ഒരു എക്സാമ്പിൾ ഞാൻ എക്സ്ട്രാ പറഞ്ഞു എന്നേ ഉള്ളൂ. തിയറി ചോദിക്കുന്ന സമയത്ത് ഈ എക്സ്ട്രാ പറഞ്ഞ ഈ ഒരു എക്സാമ്പിളും കൂടെ എഴുതണമെന്നില്ല. പക്ഷേ ഈ ഒരു സംഭവം വെച്ച് നിങ്ങൾക്ക് ഈ ബിറ്റ് വൈസ് ആൻഡിൻ്റെ ഓപ്പറേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാം. ഇതുപോലെ തന്നെയാണ് ബിറ്റ് വൈസ് ഓർ എന്ന് പറയുന്നതിൻ്റെ ഓപ്പറേഷൻ. അതിനുവേണ്ടി നമ്മൾ 20 and 21 എന്നീ രണ്ട് നമ്പറിൻ്റെ ബൈനറി നമ്പേഴ്സിലായിരിക്കും ഈ ബിറ്റ് വൈസ് ഓർ എന്ന് പറയുന്ന ആ ഒരു ഈ ബിറ്റ് വൈസ് ഓർ എന്ന് പറഞ്ഞാൽ ഈ ഒരു വെർട്ടിക്കൽ സിമ്പൽ മാത്രമാണ്. അപ്പോൾ ഈ ബിറ്റ് വൈസ് ഓർ എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ഈ ബിറ്റ് വൈസ് ഓർ എന്ന ആ ഒരു സംഭവം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് നമ്പറിലും 1 വരികയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് 1 വരാം. ഇവിടെ ഓർ ആണല്ലോ, ഇവിടെ ഓർ എന്ന സംഭവമാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ രണ്ടിലും 1 വരികയാണെങ്കിൽ നമുക്ക് 1 എഴുതാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ 1 വന്നാലും നമുക്ക് ഔട്ട്പുട്ട് 1 എന്ന് എഴുതാം. രണ്ടിലും 0 വരികയാണെങ്കിൽ ഔട്ട്പുട്ട് എന്തായാലും 0 ആയിരിക്കും. പക്ഷേ ഇവിടെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ 1 വന്നാൽ പോലും നമുക്ക് ഔട്ട്പുട്ട് 1 ആയിട്ട് എടുക്കാം. ഈ ബിറ്റ് വൈസ് ആൻഡ് ആയിരുന്നുവെങ്കിൽ രണ്ടിലും 1 വന്നാൽ മാത്രമേ 1 ഔട്ട്പുട്ടായിട്ട് എടുക്കത്തുള്ളൂ. ഇതിങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിലൊന്ന് 0 ആയി പോവുകയാണെങ്കിൽ ഇവിടെ 0 എഴുതണമായിരുന്നു. അത് ബിറ്റ് വൈസ് ആൻഡ് ആണ്. ബിറ്റ് വൈസ് ഓർ ആണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ 1 വന്നാൽ മതി, നമുക്ക് ഔട്ട്പുട്ട് 1 വരും. അപ്പോൾ ഈ 20 and 21 ബിറ്റ് വൈസ് ഓർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 10101 എന്ന ഔട്ട്പുട്ടായിരിക്കും നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ബിറ്റ് വൈസ് ഓർ എന്ന് പറയുന്ന സംഭവം. ഇതേപോലെ തന്നെയാണ് ബിറ്റ് വൈസ് എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയുന്ന ഈ ഒരു സിമ്പൽ വന്നിരിക്കുന്നത്. ഇതിലും നമുക്ക് ഈ 20 and 21 എന്ന നമ്പറിൽ ഈ ബിറ്റ് വൈസ് എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഔട്ട്പുട്ട് എങ്ങനെ എടുക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ്ക്ലൂസീവ് ഓർ എന്ന സംഭവമാണ് വരുന്നത്. അതായത് ഇവിടെ 1 വരികയാണെങ്കിൽ ഇവിടെ ഔട്ട്പുട്ട് 0 ആയിട്ട് എടുക്കത്തുള്ളൂ. സാധാ ഓർ ആയിരുന്നെങ്കിൽ 1 വരുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 1 ആയിട്ട് എടുക്കും. പക്ഷേ ഇവിടെ എക്സ്ക്ലൂസീവ് ഓർ ആണെങ്കിൽ 1 വന്നാൽ ഔട്ട്പുട്ട് 0 ആയി എടുക്കത്തുള്ളൂ. ഇവിടെ 0യും 1 വന്നാൽ മാത്രമേ ഔട്ട്പുട്ട് 1 വരത്തുള്ളൂ. അതായത് എക്സ്ക്ലൂസീവ് ഓർ ഒന്നുകിൽ 0 1 വരണം, അല്ലെങ്കിൽ 1 0 വരണം. അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ 0 വന്ന് മറ്റേതിൽ 1 വരികയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് 1 ആയിട്ട് എടുക്കാം. അതാണ് എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയുന്നത്. 2 0 വരികയാണെങ്കിൽ ഔട്ട്പുട്ട് 0 തന്നെയാണ്. രണ്ടിലും 1 വന്നാലും ഔട്ട്പുട്ട് 0 ആയിട്ട് എടുക്കത്തുള്ളൂ, എക്സ്ക്ലൂസീവ് ഓർ ആയതുകൊണ്ട്. അപ്പം ഓർ എന്ന് പറയുന്ന സംഭവം വരുന്നിടത്തിൽ മാത്രമേ ഇവിടെ 0 ഇവിടെ 1 വന്നു, അതുകൊണ്ട് ഏതോ ഒരെണ്ണത്തിന് മാത്രമേ 1 വന്നിട്ടുള്ളൂ, അതുകൊണ്ട് ഔട്ട്പുട്ട് 1 ആയിട്ട് എടുക്കുന്നു. അതാണ് എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ബിറ്റ് വൈസ് നോട്ട് എന്ന് പറയുന്നത് ഈ ഒരു സിമ്പിൾ. ബിറ്റ് വൈസ് നോട്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. ഒരു പർട്ടിക്കുലർ നമ്പറിൽ നമ്മൾ ഈ ബിറ്റ് വൈസ് നോട്ട് അപ്ലൈ ചെയ്യുന്നു എന്ന് കരുതുക. ഇവിടെ 20 എന്ന നമ്പറിൻ്റെ ബൈനറി നമ്പർ എഴുതിയിട്ടുണ്ട്. ആ 20 എന്ന നമ്പറിൽ ബിറ്റ് വൈസ് നോട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ ബൈനറി നമ്പർ, ഈ 20 എന്ന് പറയുന്ന ബൈനറി നമ്പറാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വാല്യൂ ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇവിടെ ആദ്യത്തെ 3 0 ആണ്, ഫില്ല് ചെയ്യാനായിട്ട് 3 0 നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തത്, അതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് വാല്യൂ ആയ 1 ആയിരിക്കും നമ്മളിവിടെ എഴുതിയിരുന്നത്. ഇവിടെ 1 വന്നതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വാല്യൂ ആയ 0 ആയിട്ട് എഴുതിയിരുന്നു. അതായത് ആദ്യത്തെ ഇതിൽ എന്താണോ വാല്യൂ വരുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വാല്യൂ ആയിരിക്കും നമ്മൾ ഔട്ട്പുട്ടായിട്ട് എഴുതുന്നത്. 0 ആണ് ആദ്യത്തെ ഇതിൽ വന്നതെങ്കിൽ ഔട്ട്പുട്ടായിട്ട് 1 എഴുതുന്നത്. അതേസമയം 1 ആണ് നമ്മൾ എഴുതിയെങ്കിൽ ഔട്ട്പുട്ടായിട്ട് 0 എഴുതുന്നു. അങ്ങനെ അതാണ് ഈ ബിറ്റ് വൈസ് നോട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് വാല്യൂ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് എടുക്കുന്നത്.
അപ്പോൾ ഈ 20 എന്ന് പറയുന്ന നമ്പറിൻ്റെ ബൈനറി നമ്പറിൽ ബിറ്റ് വൈസ് നോട്ട് അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 11101011 എന്ന നമ്പറായിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇതാണ് ബിറ്റ് വൈസ് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓപ്പറേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്താണ്, എങ്ങനെയാണ് ഔട്ട്പുട്ട് എടുക്കുന്നത് എന്ന് മാത്രം ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് തിയറി മാത്രമേ നിങ്ങളുടെ അടുത്ത് ചോദിക്കത്തുള്ളൂ, പ്രോഗ്രാം ഒന്നും എഴുതാനായിട്ട് ചോദിക്കത്തില്ല. ഇനി അടുത്തത് ഈ ലെഫ്റ്റ് ഷിഫ്റ്റ് ബിറ്റും റൈറ്റ് ഷിഫ്റ്റ് ബിറ്റും എന്നീ രണ്ട് സംഭവമുണ്ട്. അപ്പോൾ ഈ ലെഫ്റ്റ് ഷിഫ്റ്റ് ബിറ്റ് എന്ന സംഭവം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ 8 സെല്ലുള്ള കോളത്തിലായിരിക്കും നമുക്ക് തന്നിട്ടുള്ള നമ്പർ എടുത്ത് എഴുതുന്നത്. ഇവിടെ 13 എന്ന നമ്പറാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ ബൈനറി നമ്പർ എന്ന് പറയുന്നത് 1101 ആണ്. 13 എന്ന നമ്പറിൻ്റെ ബൈനറി നമ്പർ എന്ന് പറഞ്ഞാൽ 1101 ആണ്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഈ ലെഫ്റ്റ് ഷിഫ്റ്റ് ബിറ്റ് ഓപ്പറേറ്റർ, ഇതാണ് അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്, അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ 13 എന്ന് എഴുതി ലെഫ്റ്റ് ഷിഫ്റ്റ് ബിറ്റ് ഓപ്പറേറ്റർ ഇങ്ങനെ എഴുതി എന്നിട്ട് 3 എന്നിവിടെ എഴുതുന്നു. അപ്പോൾ സംഭവം എന്തെന്ന് പറഞ്ഞാൽ ഈ 13 എന്ന് പറയുന്ന ആ ഒരു ബൈനറി നമ്പറാണ് നമ്മളിവിടെ മുകളിലത്തെ സെല്ലിൽ ഇങ്ങനെ എഴുതുന്നത്. അങ്ങനെ എഴുതിയിട്ട് ഇവിടെ ലെഫ്റ്റിലോട്ട് ഡയറക്ഷനിലുള്ള ആരോ കാണിച്ച് 3 എന്ന് എഴുതുന്നു. അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നമ്പറിൻ്റെ ഒരു 3 സെല്ല് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അതാണ് ഈ ലെഫ്റ്റ് ഷിഫ്റ്റ് ബിറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ ഈ തന്നിട്ടുള്ള നമ്പറിനെ 3 സെല്ല് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ 3 സെല്ലെന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ 3 എന്ന ഡിജിറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 1101 ആണ്. ഈ 8 സെല്ലുള്ള റോ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 4 ഡിജിറ്റ് 0 ആണ് ഫില്ല് ചെയ്യാനായിട്ട്. കാരണം ആക്ച്വലി 13 നമ്പറിൻ്റെ ബൈനറി നമ്പർ എന്ന് പറഞ്ഞാൽ 1101 മാത്രമാണ്. അപ്പോൾ ആദ്യത്തെ 4 നമ്പർ നമ്മൾ ജസ്റ്റ് 0 ആയിട്ട് എഴുതുന്നു, എന്നിട്ടായിരിക്കും 1101 എഴുതുന്നത്. ഇവിടെ 13 ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ 3 എന്നിവിടെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ നമ്പറിനെ 3 സെല്ല് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അങ്ങനെ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് എഴുതപ്പോൾ നമുക്ക് ഇങ്ങനെ ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നത്. ഈ 1101 എന്നുള്ളത് 1 2 3 ഇങ്ങനെ 3 സെല്ല് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ആൻസർ ആയിരിക്കും കിട്ടുന്നത് 11010000 എന്ന് കിട്ടും. അതായത് നമുക്ക് കിട്ടുന്ന ആൻസർ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 11010000. ഇതാണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട്. ഇതിൻ്റെ ലോജിക്ക് എന്തെന്ന് പറഞ്ഞാൽ ഇത് മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയാണ് ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നത്. ലെഫ്റ്റ് ഷിഫ്റ്റ് ബിറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്ന മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയാണ്. ഈ നമ്പറിനെ 2 ഒരു നമ്പർ, ഒരു പർട്ടിക്കുലർ നമ്പർ, അതിന് വേണ്ടിയാണ് ഈ സംഭവം കൊടുത്തിരിക്കുന്നത്. അതായത് 2 ഇവിടെ 3 എന്നാണല്ലോ മെൻഷൻ ചെയ്യുന്നത്. ഈ 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തെന്ന് പറഞ്ഞാൽ 13 × 2 3. അപ്പോൾ 13 × 2 3 എത്രയാണോ അതായിരിക്കും നമുക്ക് ഈ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. 13 × 2 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 3 എന്ന് പറഞ്ഞാൽ ആൻസർ 8 ആണ്. 8 × 13 എന്ന് പറഞ്ഞാൽ ഇതാ 104 ആണ്. ഈ 104ൻ്റെ ബൈനറി നമ്പറാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടിയ 11010000 എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയാണ് ലെഫ്റ്റ് ഷിഫ്റ്റ് ബിറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. 13 ഈ സിമ്പിൾ ഇട്ട് 3 എന്ന് എഴുതിയാൽ അതിൻ്റെ റിയൽ മീനിങ് എന്ന് പറഞ്ഞാൽ 13 × 2 3 എന്നാണ്. അപ്പോൾ 13 × 2 എത്രയാണ് അതാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇതിൻ്റെ നേരെ ഒരു ഡിവിഷൻ വരുന്ന ആ സംഭവത്തിനെയാണ് ഈ റൈറ്റ് ഷിഫ്റ്റ് ബിറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഡിവിഷനാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നോക്കുക, 104 എന്ന നമ്പറിൻ്റെ ബൈനറി നമ്പറാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അത് നമ്മളിവിടെ ഇങ്ങനെ റോയിൽ ഇങ്ങനെ എഴുതുന്നു. 104ൻ്റെ ബൈനറി നമ്പർ ഇങ്ങനെ റോയിൽ എഴുതുന്നു. എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നമ്മളിവിടെ ചെയ്യുന്നു. 104 എന്ന് എഴുതി ഈ റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ ഇട്ടിട്ട് 2 എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്തെന്ന് പറഞ്ഞാൽ ഈ ബൈനറി നമ്പറിനെ റൈറ്റിലോട്ട് 2 സെല്ല് ഷിഫ്റ്റ് ചെയ്യണം. റൈറ്റിലോട്ടാണ് ഡയറക്ഷൻ കാണിക്കുന്നത്. റൈറ്റിലോട്ട് 2 നമ്പർ ഷിഫ്റ്റ് ചെയ്യണം, 2 സെല്ല് ഷിഫ്റ്റ് ചെയ്യണമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ നമ്പർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ നമ്പർ റൈറ്റിലോട്ട് 2 ഷിഫ്റ്റ് ഇങ്ങോട്ട് റൈറ്റിലോട്ട് 2 ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ 11010000 എന്നുള്ള അവസാനത്തെ 3 എണ്ണം 0 ആണല്ലോ. അപ്പോൾ അവസാനത്തെ 2 0 നമുക്ക് ഇഗ്നോർ ചെയ്യാം. എന്നിട്ട് ബാക്കി നമ്പറിനായിരിക്കും നമ്മളിങ്ങനെ ഇങ്ങോട്ട് സൈഡിലോട്ട് നീക്കി എഴുതുന്നത്. 2 സെല്ല് നീക്കിയായിരിക്കും എഴുതുന്നത്. ഇവിടെ 11 എന്നുള്ളത് ഇപ്പുറത്ത് 2 ഇപ്പുറത്ത് ജമ്പ് ചെയ്യുമ്പോഴേക്കും 11010 എന്നായിട്ട് മാറും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സംഭവം അപ്ലൈ ചെയ്യുമ്പം കിട്ടുന്ന ആൻസർ എന്തെന്ന് പറഞ്ഞാൽ 11010 എന്ന ഔട്ട്പുട്ടാണ് ഈ ഒരു ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പം കിട്ടുന്നത്. ഈ ഓപ്പറേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഈ 104നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഓപ്പറേഷനാണ് ഈ റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. 104നെ 104നെ 2 നമ്മൾ 2 എത്ര വാല്യൂ, ആ 2 എത്ര വാല്യൂ ചെയ്യണം അതാണ് ഈ നമ്മളിവിടെ 2 എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ 2 നമ്മൾ ഈ എൻ്റർ ചെയ്ത 2 എന്ന് പറഞ്ഞാൽ ഈ 2 ആണ്. അപ്പം 104 ഡിവൈഡഡ് ബൈ 2 അതിനെയാണ് നമുക്ക് ഇവിടെ കിട്ടിയ ആൻസർ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ 104 2 എന്ന് പറഞ്ഞാൽ 4 ആണ് ആൻസർ. അപ്പോൾ 104നെ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 26 എന്ന ആൻസറാണ് കിട്ടുന്നത്. ഈ 26ൻ്റെ ബൈനറി നമ്പറാണ് നമുക്കിവിടെ ഔട്ട്പുട്ടായിട്ട് ഇവിടെ കിട്ടിയത്. 104 റൈറ്റ് ഷിഫ്റ്റ് 2 എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 11010 ആണ്. അതെന്ന് പറയുന്നത് 26ൻ്റെ ബൈനറി നമ്പറാണ്. അപ്പോൾ ഇതാണ് ഈ റൈറ്റ് ഷിഫ്റ്റ് ബിറ്റ് ഓപ്പറേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എക്സാമ്പിളൊക്കെ പഠിച്ചാലും എന്ത് പഠിച്ചാലും തിയറി കുറച്ച് എഴുതാനായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം ഈ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. തിയറി മാർക്ക് ഒരു 3-4 മാർക്സിന് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ എഴുതാനായിട്ടുള്ള തിയറി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക. ഇത് വെച്ച് നിങ്ങളടുത്ത് പ്രോബ്ലം ചോദിക്കുക അല്ലെങ്കിൽ പ്രോഗ്രാം ചോദിക്കുക അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് തിയറി മാത്രം നിങ്ങൾ ആൻസർ എഴുതി വെച്ചാൽ മതി. ഇനി നമുക്ക് ഒരു പ്രോഗ്രാമും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് ഡിസ്കസ് ചെയ്യുന്നതൊന്നും ഇല്ല, ഞാൻ ജസ്റ്റ് അത് പറഞ്ഞ് നിൽക്കുന്നുവെന്നേ ഉള്ളൂ. നിങ്ങൾ തന്നെ പ്രോഗ്രാം എഴുതും, ഞാൻ പ്രോഗ്രാം എഴുതി കാണിക്കുന്നില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പ്രോഗ്രാം ഇങ്ങനെ ഡിസ്കസ് ചെയ്തായിരുന്നു. അതായത് 2 വേരിയബിൾസ് എ ആൻഡ് ബിയുടെ വേരിയബിൾസിൻ്റെ വാല്യൂ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാം എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ടുള്ള ഒരു വേരിയബിൾ, ടെമ്പ് എന്ന് പറയുന്ന പേരുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ വേരിയബിളിൻ്റെ സഹായത്തോടെയാണ്, മൂന്നാമതൊരു വേരിയബിളിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെയും ബി എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തത്. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് അങ്ങനെ എക്സ്ട്രാ ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ എക്സ്ട്രാ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാതെ ജസ്റ്റ് 2 വേരിയബിൾ എ എന്നും ബി എന്നും പറയുന്ന വേരിയബിൾ മാത്രം ഉപയോഗിച്ച് അതിൻ്റെ 2ൻ്റെ വാല്യൂസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു ലോജിക്കാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രോഗ്രാം ഞാൻ കാണിക്കുന്നില്ല, പ്രോഗ്രാം നിങ്ങൾ തന്നെ എഴുതി നോക്കുക. ഞാൻ എന്തായാലും അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ ഔട്ട്പുട്ടാണ് കിട്ടേണ്ടതെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ പ്രോഗ്രാമിൻ്റെ സെയിം അതേ ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് ഇവിടെയും ഔട്ട്പുട്ടായിട്ട് കാണിക്കേണ്ടത്. പക്ഷേ ആ പ്രോഗ്രാം എഴുതുന്നതിൻ്റെ ലോജിക്കാണ് ഇവിടെ ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ അൽഗോരിതവും അതിൻ്റെ ഒരു സാമ്പിൾ കാൽക്കുലേഷൻ എന്ന രീതിയിലും ഉള്ള ഒരു സംഭവം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ സത്യം പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നില്ല. ഈ അൽഗോരിതം തന്നെ നോക്കി അതിൻ്റെ കൂടെയുള്ള സാമ്പിൾ കാൽക്കുലേഷൻ നോക്കി നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ 2 വേരിയബിൾസ് എക്സ്ട്രാ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാതെ ഈ 2 വേരിയബിൾസിൻ്റെ വാല്യൂസ് എങ്ങനെയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്ന്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് നോക്കുക, നോക്കി മനസ്സിലാക്കുക, എന്നിട്ട് പ്രോഗ്രാം എഴുതി നോക്കുക. പ്രോഗ്രാം എഴുതി ഔട്ട്പുട്ട് കിട്ടുന്നില്ല എങ്കിൽ എൻ്റെ അടുത്ത് പറയാം, അപ്പം ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. അപ്പോൾ ഈ സംഭവം അൽഗോരിതം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നില്ല, നിങ്ങളത് കണ്ട് തന്നെ മനസ്സിലാക്കുക എങ്ങനെയാണ് ഈ എക്സ്ട്രാ വേരിയബിൾ ഇല്ലാതെ ഈ 2 വേരിയബിൾസിൻ്റെ വാല്യൂസ് എങ്ങനെയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റേഴ്സ് കഴിഞ്ഞു. അടുത്ത വീഡിയോ മുതൽ നമ്മൾ മറ്റൊരു ടോപ്പിക്കായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.